നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇത്തവണ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമാ സീനുകളാണ്. ലിസ്റ്റിലാക്കിയത് നമ്മുടെ ബാലയ്യയുടെ സിനിമയാണ്. ബാലയ്യയുടെ ഭഗവത് കേസരി എന്ന സിനിമയ്ക്ക് ബെസ്റ്റ് തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞ് നാഷണൽ അവാർഡ് കൊടുത്തു. ഈ വർഷം തന്നെ ബാലയ്യക്ക് പത്മഭൂഷൺ വരെ കിട്ടിയിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇതിനൊന്നും ഒരു വിലയും ഇല്ലേ? എന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യം, ചോദിച്ച വില കൊടുത്താണ് ബാലയ്യ അത് വാങ്ങിയത്. വിജയണ്ണന്റെ വരാൻ പോകുന്ന ജനനായകൻ എന്ന സിനിമ ഈ ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. നമ്മൾ പോസ്റ്റർ നോക്കിയാൽ ദ ഫസ്റ്റ് റോ എന്ന ഈ ഒരു പോസ്റ്റർ പോലെ ഭഗവത് കേസരിക്കും ദ റോർ ഓഫ് കേസരി എന്നൊരു പോസ്റ്ററും ഈ പോലീസ് സീനുകളെല്ലാം തന്നെ ഭഗവന്ത് കേസരിയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഭഗവന്ത് കേസരി സിനിമയുടെ 1-2 സീനുകളുടെ റൈറ്റ്സ് വിജയണ്ണന്റെ സിനിമ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഭഗവന്ത് കേസരി നോക്കാം. ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു ജയില് കാണിക്കുന്നു. ഒരു VIP ഓടി വരുന്നു. ആളെ കൊല്ലാൻ ഓടിച്ചിടുകയാണ്. അങ്ങനെ ഓടി ഒരു അപ്പാപ്പന്റെ അടുത്ത് കൂടെ ഓടിയപ്പോൾ അപ്പാപ്പന്റെ അടുത്ത് വെച്ചിരുന്ന വെള്ളം തട്ടിത്തെറിച്ചു പോയി. ഈ വെള്ളത്തിന്റെ അപ്പുറത്ത് മറ്റൊരു അപ്പാപ്പനെ കാണും. ഇതാണ് ബാലയ്യയുടെ ഇൻട്രോ. ബാലയ്യ അപ്പാപ്പന് വളരെ ദേഷ്യം വന്നു. ഇതെന്തുകൊണ്ടെന്നാൽ 2 പേർക്കും കൂടി ബാത്റൂമിൽ പോകാൻ ഒരു ബക്കറ്റേ ഉള്ളൂ. ആദ്യത്തെ അപ്പാപ്പന്റെ എല്ലാ കാര്യവും കഴിഞ്ഞാൽ രണ്ടാമത്തെ അപ്പാപ്പന് ബക്കറ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ ആദ്യത്തെ അപ്പാപ്പൻ കൊണ്ടുവന്ന വെള്ളമാണത്. ഈ ഒരു ഡയലോഗ് കഴിഞ്ഞതും ബാലയ്യ അപ്പാപ്പൻ ബക്കറ്റ് വെച്ച് എല്ലാത്തിന്റെയും മോന്തക്കടിച്ചു. ഒരുത്തന്റെ തലയിൽ ബക്കറ്റ് ഇട്ട് പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പിന്നീട് ബക്കറ്റിൽ കൈയിട്ടിടിച്ചു. എന്നിട്ട് ഒരു മാസ ഡയലോഗ്, മുത്തച്ഛൻ കഷ്ടപ്പെട്ടെടുത്ത് വെച്ച വെള്ളമാ, ആ വെള്ളം നിങ്ങൾ തട്ടിക്കളഞ്ഞു. നിങ്ങൾ വിചാരിക്കും അപ്പോൾ ബാലയ്യയും ഒരു മുത്തച്ഛനല്ലേ? ഇതൊന്നും വലിയൊരു സംഭവമല്ല. ഇതിനു മുമ്പ് ബാലയ്യ ഹണി റോസിന്റെ 18 വയസ്സുള്ള മകനായി അഭിനയിച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസർ അന്ന് പറഞ്ഞതായിരുന്നു, ഡി-ഏജിങ് എന്തായാലും വേണം. ബാലയ്യെ കുക്കറിലിട്ട് വേവിക്കാൻ നോക്കിയാൽ വരെ കുക്കർ വരെ പൊട്ടിത്തെറിക്കുമെന്ന്, അത്രയും പ്രായമായി എന്ന്. പക്ഷെ ബാലയ്യ പറഞ്ഞു, ഡി-ഏജിങ് ഒന്നും വേണ്ട, മേക്കപ്പ് ചെയ്താൽ തന്നെ എനിക്ക് 18 അല്ല 16 വയസ്സുകാരൻ വരെ ആവാന്ന്. അങ്ങനെ ബക്കറ്റ് ഫൈറ്റ് കഴിഞ്ഞ് ബാലയ്യ ഒരു പാട്ട് പാടും. അങ്ങനെ ബാലയ്യോട് അല്പം അലിവുള്ള ഒരു ജയിലറും ജയിലറിനെയും ജയിലറിന്റെ മോളെയും ബാലയ്ക്ക് ഇഷ്ടമാണ്. ജയിലറിനാകെ ഈ ഒരു മകൾ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഒരു ആക്സിഡന്റിൽ പെട്ട് ജയിലർ മരണപ്പെട്ടു. മകളുടെ എല്ലാം ബാലയ്യെ. അങ്ങനെ കുട്ടി വളർന്ന് ഒരു മഹാവടക്കായി. ഒരു ദിവസം ഈ ഒരു കുട്ടിയുടെ ആന്റി വന്നു. സുഖമാണോ ആന്റി? പിന്നീട് ഒരു ദിവസം കുട്ടിയെ പോലീസ് പിടിച്ചു. ഇതറിഞ്ഞതും ബാലയ്യ നേരെ സ്റ്റേഷനിൽ പോയി SIയുടെ ബനിയാന തീർത്തു. എന്നിട്ട് ഒരു ചായ ഇട്ട് കുടിച്ചു. ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഈ ബാലയ്യ ആരായിരുന്നു എന്ന് പിന്നീട് ഒരു മാസ് ഫ്ലാഷ് ബാക്ക് കാണിക്കും. പണ്ട് ബാലയ്യ ഒരു പോലീസായിരുന്നു. കുറെ പേരെ തട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. മറ്റേ കുട്ടിയെ ഇത്തവണ ആള് മാറി തട്ടിക്കൊണ്ടുപോയി. ഇത് കേട്ടതും ബാലയ്യ അപ്പോൾ തന്നെ ഒരു ലോറി അടുത്ത് വരും. ലോറി ഓടിച്ച് ചാടിച്ചു. ഒരു ബ്രിഡ്ജിലിടിച്ച് ലോറിയുടെ ഫ്രണ്ട് മൊത്തം പോയി. ബാലയ്യ അതിന്റെ മേലെ കയറി നിന്ന് എയറിൽ അങ്ങനെ വരികയാണ്. ശേഷം ഒരു തോറത്തിൽ തൂങ്ങി വന്ന് പതുക്കെ അങ്ങനെ ലാൻഡ് ആവുകയാണ്. അങ്ങനെ താഴെ എല്ലാത്തിനെയും ബാലയ്യ അടി. പിന്നീട് ആരും തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വില്ലന്മാർ ഇത്തവണ കുട്ടിയുടെ ആന്റിയെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ബാലയ്യ വന്നു. അൺലിമിറ്റഡ് വില്ലന്മാരും ഉണ്ട്. ഇവിടെ ബാലയ്യ കുറച്ച് പോലീസുകാരും ഉണ്ട്. അങ്ങനെ വില്ലന്മാര് വെടിവെച്ചു തുടങ്ങി. ബാലയ്യ ഒരു പാട്ടെടുത്ത് സിമ്പിളായി ഷീൽഡായി പിടിക്കും. ഈ വില്ലന്മാർക്ക് ഈസിയായി ബാലയ്യയുടെ കാല് നോക്കി വെടിവെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരുത്തനും ചെയ്തില്ല. അങ്ങനെ ഉണ്ടകളെല്ലാം കഴിഞ്ഞു. ഇനി ബാലയ്യയുടെ ടേണാണ്. ബാലയ്യ മെഷീൻ കണ്ടെടുത്തു. ഈ ഒരു സീനല്ല KGF സിനിമയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ബാലയ്യ ആ ഒരു പ്ലാൻ വേണ്ടെന്ന് വെച്ചു. ഒരു വെറൈറ്റിക്ക് ഒരു ചുറ്റിയെടുത്ത് സിലിണ്ടർ പൊട്ടിച്ചു വിടാന്നത്. അങ്ങനെ ഒരു വില്ലൻ വന്നു. ബാലയ്യയുടെ കോളറിന് കയറി പിടിച്ചു. നോക്കിയപ്പോൾ ഒരു വെട്ടുകൊണ്ട പാട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതൊരു ചെക്കൻ കോമ്പസിന് കുത്തിവിട്ടതാണ്. പക്ഷെ ബാലയ്യ പറയുന്നത് അത് പുലി മാന്തിയതാണെന്ന്. 8-ലോ 10-ലോ ട്യൂഷൻ കഴിഞ്ഞു വരുമ്പോ 2 പുലി എന്റെ നേരെ ചാടി. ഒരു പുലിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുഴറ്റിയെടുത്ത് തറയിലടിച്ചു. അങ്ങനെ ക്ലൈമാക്സിൽ മറ്റേ കുട്ടി ബാലയ്യ കൊടുത്ത ട്രെയിനിങ് കൊണ്ട് പോറായി അടിച്ചു തുടങ്ങി. പിന്നീട് ഒരു ടീം അപ്പ് ഫൈറ്റ്, ലാസ്റ്റ് ഒരു ബൂസ്റ്റിന്റെ പരസ്യം. അങ്ങനെ പടം കഴിഞ്ഞു. ഈ ഒരു സിനിമയ്ക്കാണ് ബെസ്റ്റ് തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞ് നാഷണൽ അവാർഡ് കിട്ടിയത്. ഇതുപോലെ കഴിഞ്ഞ വർഷം പുഷ്പ സിനിമയിൽ അഭിനയിച്ചതിന് അല്ലു അർജുന് നാഷണൽ അവാർഡ് കൊടുത്തു. ഇപ്പോൾ ബാലയ്യയുടെ സിനിമയ്ക്കും കൊടുത്തു, ജവാൻ സിനിമയ്ക്കും കൊടുത്തു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ കലാമൂല്യമുള്ള സിനിമയല്ല, ഒരു മാസ് മസാല സിനിമകളാണ്. ഇനി ഒമാർക്ക് ഭ്രാന്തായി കലാമൂല്യമുള്ള സിനിമയ്ക്കല്ല മാസ് മസാല സിനിമയ്ക്കാണ് അവാർഡ് കൊടുക്കുന്നതെങ്കിൽ ജവാനും ഭേദമായിരുന്നു ജയിലറിന് കൊടുക്കുന്നു. രണ്ടും സെയിം വർഷം ഇറങ്ങിയതാണ്. ഷാരൂഖ് ഖാന്റെ സ്റ്റോറി കൊണ്ടും പെർഫോമൻസ് കൊണ്ടും മികച്ചു നിന്ന് സ്വദേശ്, ദേവദാസ്, മൈ നെയിം ഇസ് ഖാൻ ഇതിനൊന്നും അവാർഡ് കിട്ടി. കിട്ടേണ്ടതിനൊന്നും കിട്ടിയില്ല. ജവാൻ അവാർഡ് കിട്ടിയിരിക്കും. ഷാരൂഖ് ഖാൻ വരെ ചിരിച്ചിട്ടുണ്ട്. ജവാന്റെ സ്റ്റോറി വെച്ച് നോക്കിയാൽ മാസ് മസാല എന്ന രീതിയിൽ ജയിലറായിരുന്നു ബെറ്റർ. പെർഫോമൻസും ഓക്കെ. ക്ലൈമാക്സിൽ
ഒരു മെസ്സേജ് നൽകിയിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകളെ കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്യാനെങ്കിലും പറ്റുമായിരുന്നു. ജവാന്റെ കാര്യത്തിൽ അതും ഇല്ല. യഥാർത്ഥത്തിൽ മാസ് മസാല സിനിമകൾക്കോ BGMനോ നാഷണൽ അവാർഡ് കൊടുത്തിരുന്നില്ല. ആദ്യകാലങ്ങളിൽ നല്ല പ്യുവർ ക്ലാസിക് സിനിമകൾക്കായിരുന്നു നാഷണൽ അവാർഡ് കൊടുത്തിരുന്നത്. എന്നാൽ നിലവിൽ നാഷണൽ അവാർഡ് തന്നെ ഒരു കോമഡിയായി. ഇനി നമുക്ക് ജവാൻ സിനിമ നോക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഷാരൂഖ് ഖാൻ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നു. ആരോ ഒന്ന് നന്നായി പെരുമാറി വിട്ടതാണ്. അങ്ങനെ കുറച്ച് ഗ്രാമവാസികൾ ഷാരൂഖ് ഖാന്റെ മുറിവെല്ലാം വെച്ച് കിട്ടി. അങ്ങനെ രാത്രിയായപ്പോൾ ആ സ്ഥലത്തെ ആക്രമിക്കാൻ കുറെ വില്ലന്മാർ വരും. അങ്ങനെ ഇവരുടെ കരച്ചിലെല്ലാം കേട്ട് ഷാരൂഖ് ഖാൻ എണീറ്റ് വന്നു എല്ലാ വില്ലന്മാരുടെയും തലക്കടിച്ചു. അങ്ങനെ എല്ലാവരെയും രക്ഷിച്ചു. അപ്പോഴാണ് ഷാരൂഖ് ഖാൻ ഒരു കാര്യം മനസ്സിലായത്. ഷാരൂഖ് ഖാന്റെ എല്ലാ മെമ്മറിയും പോയി, ആരാണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അവിടത്തെ ഒരു ചെക്കൻ പറയും, ഞാൻ വലുതായി കഴിഞ്ഞു, താൻ ആരാണെന്ന് തനിക്ക് പറഞ്ഞു തരാം. ഷാരൂഖ് ഖാൻ ഓക്കെ പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് ഒരു വലിയ ട്രെയിൻ ഹൈജാക്കാണ്. ഇതാണ് രണ്ടാമത്തെ ഷാരൂഖ് ഖാൻ. പിന്നീട് പോലീസ് ഓഫീസറായ നയൻതാരയുടെ എൻട്രി. ശേഷം ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് ഷാരൂഖ് ഖാന് പാട്ട് പാടിക്കൊടുക്കുന്നു. ട്രെയിനിലെ ആളുകളെ വിടണമെങ്കിൽ അഗ്രികൾച്ചർ മിനിസ്റ്ററുമായി സംസാരിക്കണമെന്ന് ഷാരൂഖ് ഖാൻ പറയുന്നു. അങ്ങനെ ആള് വരുന്നു. ഷാരൂഖ് ഖാൻ പറയുന്നു, മെയിൻ വില്ലനായ വിജയ് സേതുപതിയുടെ കയ്യിൽ നിന്ന് കോടികൾ എടുത്ത് ആളുകൾക്ക് കൊടുക്കണമെന്ന്. ഈ ഒരു ട്രെയിനിൽ വിജയ് സേതുപതിയുടെ മോളുണ്ട്. അങ്ങനെ മോൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഷാരൂഖ് ഖാൻ എല്ലാവരോടും കൂടി കത്തി സിനിമയുടെ കഥ ഫ്ലാഷ് ബാക്ക് ആയി പറഞ്ഞു. എല്ലാവരും ഇരുന്ന് കരയുന്നു. അങ്ങനെ പോണതിന് മുമ്പ് എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നു. അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് ഫാർമേഴ്സിന്റെ കടമെല്ലാം വീട്ടും. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ട്രെയിൻ ഹൈജാക്ക് ചെയ്തതെല്ലാം ജയിൽ മേഴ്സ് ആയിരുന്നു. ഈ ഒരു ജയിലിലെ ജയിലറാണ് നമ്മുടെ ഷാരൂഖ് ഖാൻ. പിന്നീട് കോളേജിൽ പോലും ഇല്ലാത്ത ഒരു ജയിൽ ഡാൻസ്. പിന്നെ ഷാരൂഖ് ഖാൻ പെണ്ണ് കാണാൻ പോകുന്നു. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് മെർസലിലെ ഹോസ്പിറ്റൽ സീനാണ്. ആ ഒരു സംഭവം ഷാരൂഖ് ഖാൻ സംസാരിക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നീട് നയൻതാരയ്ക്ക് മനസ്സിലായി ഷാരൂഖ് ഖാൻ തന്നെയാണ് അന്ന് ഹൈജാക്ക് ചെയ്തതെന്ന്. അങ്ങനെ ഷാരൂഖ് ഖാനെ വെടിവെച്ചു. പെട്ടെന്ന് വിജയ് സേതുപതിയുടെ ഗുണ്ടകൾ വന്നു രണ്ടുപേരെയും തട്ടിക്കൊണ്ടുപോയി. ഷാരൂഖ് ഖാന്റെ അച്ഛൻ വന്ന് ഷാരൂഖ് ഖാനെ രക്ഷിച്ചു. നയൻതാര തന്റെ ഹസ്ബൻഡിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ ജയിലിലെ ഡ്രസ് ഇട്ട് ജയിൽ മേഴ്സിന്റെ അടുത്ത് പോയി. പക്ഷെ അവര് പറയുന്ന കഥ അച്ഛൻ ഷാരൂഖ് ഖാന്റെ കഥയാണ്. അച്ഛൻ ഷാരൂഖ് ഖാൻ പണ്ടൊരു ജവാനായിരുന്നു. ഒരു മിഷന് പോയപ്പോൾ വേണ്ട ടൈമിൽ ഗണ്ണൊന്നും വർക്കായില്ല. കൂടെയുള്ള സോൾജേഴ്സ് എല്ലാം മരിച്ചു. ഈ ഗണ്ണുണ്ടാക്കിയത് വിജയ് സേതുപതിയുടെ കമ്പനിയാണ്. അങ്ങനെ ഒരു ഫ്ലൈറ്റിൽ വെച്ച് എന്താടാ ഗണ്ണ് വർക്ക് ചെയ്യാത്തതെന്ന് ഷാരൂഖ് ഖാൻ ചോദിക്കുന്നു. വിജയ് സേതുപതി അപ്പോൾ തന്നെ ഗണ്ണെടുത്ത് വെടിവെക്കുന്നു. ഷാരൂഖ് ഖാന്റെ അച്ഛൻ ഫ്ലൈറ്റിൽ നിന്ന് പറന്ന് താഴെ വീണു. ഇങ്ങനെയാണ് കിളി പോയത്. അങ്ങനെ ഷാരൂഖ് ഖാന്റെ അച്ഛന് ഓർമ്മയിൽ ക്ലൈമാക്സിൽ വിജയ് സേതുപതി രണ്ടുപേരെയും പിടിച്ചു. അന്ന് നീ ചത്തില്ലല്ലേടാന്ന് പറഞ്ഞ് ഷാരൂഖ് ഖാന്റെ അച്ഛനെ കൊല്ലാൻ പോവുകയാണ്. നോക്കിയപ്പോൾ ഗണ്ണ് വർക്ക് ചെയ്യുന്നില്ല. ഗണ്ണിന്റെ ആ ഒരു സൗണ്ട് കേട്ട് ഷാരൂഖ് ഖാന്റെ അച്ഛന് പഴയതെല്ലാം ഓർമ്മ വന്നു. അങ്ങനെ ഒരു ഫൈറ്റ്, പിന്നീട് ഒരു ഡാൻസ്, അങ്ങനെ പടം കഴിഞ്ഞു. അടുത്തത് കേരള സ്റ്റോറി എന്ന സിനിമയാണ്. ഇതിനും ഭേദം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റില്ല.